തൃശ്ശൂർ MDMA വന്നത് 2000-ലാണ്, അതിന് മുമ്പുണ്ടായിരുന്നില്ല. അതായത് സിറ്റി നോക്കുമ്പോൾ 2000-ലാണ്. അന്ന് ഞങ്ങൾ അടങ്ങിയ ടീമാണ് വെസ്റ്റ് സ്റ്റേഷനിൽ നിന്നൊരു 5 ഗ്രാം 4.98 ഗ്രാം പിടികൂടിയത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ളൊരു ഗ്രാഫായിരുന്നു. കുട്ടികളാണ്, സ്റ്റുഡൻസ്, എസ്പെഷ്യലി സ്റ്റുഡൻസാണ് അത് കൂടുതലും ഉപയോഗിച്ച് വരുന്നത്. ഒരു 1.5 കിലോമീറ്റർ അകലെ വെച്ച് അവനെ പിടികൂടിയിട്ട് ഫസ്റ്റ് തന്നെ വിലങ്ങ് വെച്ചു അവനെ. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പരാതിക്കാരനെ വിലങ്ങ് വയ്ക്കുന്നത്. ബാംഗ്ലൂർ ഒരു ബേസാണ് എൻ്റെ. അവിടെ വരുന്ന അവിടെ വ്യാപകമായിട്ട് അവിടെ നമുക്ക് പിടിക്കണവരും അല്ലാതെ ഇൻഫർമേഷനൊക്കെ തരാൻ കുറേ പേരുണ്ട്. എല്ലാവരും പറയണ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ബാംഗ്ലൂർ. അതിൽ പോലീസ് എത്രത്തോളം അവിടെ പിടിക്കേണ്ടതെന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളതാണ്. നമ്മുടെ ഇവിടെയൊക്കെ പിടിക്കുന്ന പോലെ എന്തുകൊണ്ട് അവിടെ പിടിക്കുന്നില്ല? ഇവിടെ പിടിക്കുന്നതിൻ്റെ ഒരു 10-ൽ 1 ഊർജം ചെലവഴിച്ചാൽ അവിടെ വ്യാപകമായി പിടിക്കപ്പെടാം. പക്ഷേ അവിടെ അങ്ങനെ പിടിക്കില്ല. രാസലഹരിയുടെ ഒരു 90% രാസലഹരി പിടിച്ച അതിൻ്റെ എൻഡ് വന്ന് നിൽക്കുന്നത് ഈ പറഞ്ഞ ആഫ്രിക്കൻ വംശജരാണ്. ഒരു ഓഫീസർ എന്നോട് ചോദിച്ച ചോദ്യം ഓർമ്മയുണ്ട്, നിങ്ങൾ മലയാളികൾ ഇതെന്തത് MDMA ഭക്ഷിക്കുകയാണോ? ഭക്ഷണത്തിന് പകരം നിങ്ങൾക്ക് വേറെ ഒന്നും ഭക്ഷിക്കാനില്ലേ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. നമസ്കാരം. കേരളത്തിൽ ലഹരി മാഫിയ അതിഭയാനകമാം വിധം പിടിമുറുക്കിയിരിക്കുകയാണ്. യുവജനങ്ങളെ ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്നു, വിദ്യാർത്ഥികളെ പിടിമുറുക്കുന്നു, നമ്മുടെ കലാലയങ്ങളെ ഈ ലഹരി ഭീകരർ നോട്ടമിട്ട് കഴിഞ്ഞിരിക്കുന്നു. സ്വന്തം കൂടപ്പിറപ്പുകളെ പോലും തിരിച്ചറിയാനാകാത്ത വിധത്തിൽ പലരെയും ഈ ലഹരി, പ്രത്യേകിച്ച് രാസലഹരി, ന്യൂജൻ ലഹരി അന്തമാക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരള സമൂഹത്തിന് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഈ ലഹരി മാഫിയ നമ്മുടെ കുട്ടികളെയും യുവജനങ്ങളെയും പിടിമുറുക്കുന്നത്? ഇതിൻ്റെ ഒരു ഭീകരവശം, ദൂഷ്യ ഫലങ്ങൾ എത്രത്തോളമുണ്ട്? ഈ വിഷയങ്ങളെക്കുറിച്ച് ആശയങ്ങൾ പങ്കുവയ്ക്കാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരള പോലീസിൽ കഴിഞ്ഞ 30 വർഷമായി വളരെ സത്യസന്ധമായി സേവനം ചെയ്യുകയും പിന്നീട് വിരമിക്കുകയും ഇപ്പോൾ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അതിശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സുബ്രതകുമാർ സാറാണ്. സാർ, സ്നേഹത്തോടെ അങ്ങ് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം സാർ, ഇപ്പോൾ നമ്മൾ ദിനപത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സ് മരവിച്ചു പോകുന്ന വാർത്തകളാണ്. അതിൻ്റെ വില്ലനായിട്ട് നിൽക്കുന്നത് ലഹരിയാണ്, പ്രത്യേകിച്ച് ഈ രാസലഹരിയാണ്. എങ്ങനെയാണ് ഒരു പ്രത്യേക ഒരു കാലഘട്ടത്തിന് ശേഷം ഈ ഒരു ലഹരി ഇത്ര ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ യുവജനങ്ങളെ പിടിമുറുക്കുന്നത്? അങ്ങയുടെ ഒരു സർവീസ് കാലയളവിലെ ഒരു അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അങ്ങ് അതൊന്ന് പങ്കുവയ്ക്കാം. ലഹരി മുൻപുണ്ടായിരുന്നു, പക്ഷേ ഒരു അതിഭീകരമായിട്ടുള്ളൊരു രീതിയിലേക്ക് വന്നിട്ടുള്ളത് തീർച്ചയായും ഈ പറഞ്ഞ കോവിഡിന് ശേഷമാണ്. കോവിഡിൻ്റെ കാലഘട്ടത്തിന് ശേഷം അതിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്, മുമ്പൊക്കെ ബസ്സുകളിലൊക്കെ ആയിരുന്നു ഈ ലഹരി അത്യാവശ്യം കടത്തിക്കൊണ്ടുവന്നിരുന്നു. പക്ഷേ കോവിഡിൻ്റെ സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റായ കാരണം ലോറികൾ, ഇപ്പോൾ നമ്മൾ ആ സമയങ്ങളിലൊക്കെ നമ്മൾക്ക് കുറേ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ലോറികളുടെ ഉള്ളിൽ എസ്പെഷ്യലി കഞ്ചാവ് നമുക്ക് കൂടുതലായി വരുന്നത് ആന്ധ്ര, ഒറീസ എന്നിവിടങ്ങളിലാണ് കഞ്ചാവ് വരുന്നത്. പക്ഷേ ഈ രാസലഹരി വരുന്നത് ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂർ, പിന്നെ ഡൽഹി, അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. എസ്പെഷ്യലി ഒരു 80% രാസലഹരി വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. തന്നെയും കഞ്ചാവ് വരുന്നത് ഈ പറഞ്ഞ ബൾക്കായിട്ട് വരുന്നത് ആന്ധ്ര, അതിലേക്കാട്ടും കൂടുതൽ ബൾക്കായി വരുന്നത് ഒറീസയാണ് ശരിക്കും എൻ്റെ ഒരു മെയിൻ സെൻറ്റർ എന്ന് വേണം പറയാം. അപ്പോൾ അവിടെ നിന്നൊക്കെ ലോറികളിൽ കടത്തിക്കൊണ്ടിരുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു കടത്തിക്കൊണ്ടുവന്നത് വളരെ വ്യാപകമായിട്ട് സ്പ്രെഡായി കഴിഞ്ഞു. മീൻസ് ഇതിൻ്റെ ഒരു ഹൈപ്പ് രീതിയിലേക്ക് ശരിക്കും വന്നത് ഈ പറഞ്ഞ ആഫ്റ്റർ കോവിഡിന് ശേഷമാണ്. മുമ്പൊന്നും അങ്ങനെ ഉണ്ടായിരുന്നു, എന്നിരുന്നാലും അങ്ങനെ ഉണ്ടായിരുന്നില്ല മുൻപൊന്നും. പിന്നെ സാർ, ഈ യൂത്തിൻ്റെ ഒരു ടേസ്റ്റ്, പ്രത്യേകിച്ച് ലഹരിയോടുള്ളൊരു ടേസ്റ്റ്, നേരത്തെ നമുക്കറിയാം മദ്യപാനികളുണ്ടായിരുന്നു, പിന്നീട് കഞ്ചാവ്, ഈ MDMA അല്ലെങ്കിൽ ന്യൂജൻ ലഹരിയിലേക്ക് അവരുടെ ഒരു ടേസ്റ്റ് അതൊന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, സാഹചര്യങ്ങളുണ്ടോ? കഞ്ചാവ് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ലഹരികൾ പല വിധത്തിലുണ്ട്. കഞ്ചാവുണ്ട്, MDMA ഉണ്ട്, ഈ പറഞ്ഞ പോലെ LSD, നൈട്രോസിപ്പാം, പിന്നെ അതുപോലെ തന്നെ ചരസ്, ബ്രൗൺ ഷുഗർ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷേ
ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്നത് കഞ്ചാവാണ്. അതിൻ്റെ ഇടയിലാണ് പിന്നെ ഈ പറഞ്ഞ രാസലഹരിയായിട്ടുള്ള MDMA, മെത്തിലിൻ ഡയോക്സി മെത്താംഫെറ്റമിൻ എന്ന് പറയുന്ന MDMA കടന്നു വന്നത്. MDMA കടന്നു വന്നിട്ട് അധികം കാലമായിട്ടില്ല. തൃശ്ശൂർ MDMA വന്നത് 2000-ലാണ്, അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. അതായത് സിറ്റി നോക്കുമ്പോൾ 2000-ലാണ്. അന്ന് ഞങ്ങൾ അടങ്ങിയ ടീമാണ് വെസ്റ്റ് സ്റ്റേഷനിൽ നിന്നൊരു 5 ഗ്രാം 4.98 ഗ്രാം പിടികൂടിയത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ളൊരു ഗ്രാഫായിരുന്നു. അതിഭീകരം. ആ ഗ്രാഫ് ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം എത്തിപ്പെട്ടുള്ളത് 3.5 കിലോ വലിയ രീതി. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു ഭീകരമായിട്ടുള്ള വളർച്ച. തീർച്ചയായും അത് കുട്ടികളാണ്, സ്റ്റുഡൻസ്, എസ്പെഷ്യലി സ്റ്റുഡൻസാണ് അത് കൂടുതലും ഉപയോഗിച്ച് വരുന്നത്. കഞ്ചാവ് തന്നെ അങ്ങനെ സ്റ്റുഡൻസ് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അങ്ങനൊരു വ്യാപകമായിട്ടുള്ളൊരു രീതിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ഈ സബ്സ്റ്റൻസ് ഒരു തവണ ഉപയോഗിച്ചാൽ ഭയങ്കര അഡിക്ഷനാണ്. അത്രയും ഹൈലി പവർഫുള്ളായിട്ടുള്ള കെമിക്കൽസ് കൊണ്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. അതൊക്കെ നമ്മൾ പിഞ്ചു കുട്ടികൾ ഉപയോഗിച്ചാൽ ആ ഡോപ്പമിൻ്റെ ആ ഒരു ഉൽപ്പാദനം അതിഭീകരമായിട്ട് കൂടും. അപ്പോൾ ഒരു തവണ ഉപയോഗിച്ചാൽ പിന്നെ അതിൽ തന്നെ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും. സാറിൻ്റെ ഒരു ഇപ്പം പല ലഹരി കേസുകളിലും സാറ് പ്രതികളെ, കുറ്റവാളികളെ പിടികൂടിയിട്ടുണ്ട്. പലരുടെ അനുഭവങ്ങൾ സാറിന് നേരിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു MDMAക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തി, ആ വ്യക്തിയെ ഈ രാസലഹരി എങ്ങനെയായിരിക്കും മാനസികമായും ശാരീരികമായും ആത്മീയമായിട്ടൊക്കെ നശിപ്പിക്കുന്നത്? അതിൻ്റെ ഒരു ഭീകരാവസ്ഥ ഒന്ന് പങ്കുവയ്ക്കുക. MDMA ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കക്ഷിക്ക് ഒരു സ്വബോധം ഉണ്ടാവില്ല. അതായത് ഈ MDMA ഉപയോഗിച്ചാൽ ഒരു 8-10 മണിക്കൂർ നേരത്തേക്ക് അവനെ നിയന്ത്രിക്കുന്നത് അവൻ്റെ സ്വബോധമല്ല, ഈ പറഞ്ഞ രാസലഹരിയാണ് അവനെ നിയന്ത്രിക്കുന്നത്. പിന്നെ ഒരു വൈബ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കില്ല. എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയിലേക്ക് അവർ കൂടുതലായിട്ട്, ഇപ്പോൾ ഡാൻസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിർത്താതെ ഡാൻസ് ചെയ്യണ ഒരു രീതിയെ. ബസ് ഓടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് നിരവധി പേര് ബസ് ഓടിക്കുന്നവരും അതുപോലെ മറ്റു വാഹനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവർക്ക് ഉറങ്ങാതെ, അതായത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറക്കം വളരെ കുറവാണ്, ഉറങ്ങാതെ ഇതൊരു ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഭീകരമായിട്ടുള്ള നിരവധി അനുഭവങ്ങളുണ്ട്. അതിൽ എടുത്തു പറയത്തക്കൊരു 1-2 അനുഭവം പറയുകയാണെങ്കിൽ, 2 പേര് കമ്മീഷണറെ കാണാൻ ഓഫീസിലേക്ക് ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടി. ഞാൻ ചോദിച്ചപ്പോൾ 2 പേരും ലിവിങ് ടുഗദർ എന്നാണ് പറഞ്ഞത്. 20 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അവരെ പരാതി എന്താണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അവരെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടണമെന്നുള്ള പരാതിയായിരുന്നു. അപ്പോൾ കമ്മീഷൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതൊന്ന് അവർ കൈകാര്യം ചെയ്ത് അവരൊന്ന് പിടിക്കാൻ നോക്ക്, നടപടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ പയ്യനെയും കൊണ്ട് നേരെ ഞങ്ങളുടെ ട്രാവലർ കയറി ഈ പറഞ്ഞ ഗുരുവായൂർ ഞങ്ങളവിടെ എത്തി. അതിന് മുമ്പ് കണ്ടാണശ്ശേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ വണ്ടി നിർത്തിയൊരു നമുക്കതിലും കുടിക്കാമെന്ന് പറഞ്ഞ് നിർത്തിയ ഉടനെ ഈ പറഞ്ഞ കക്ഷി ഇറങ്ങിയ ഒറ്റോട്ടം ഓടുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ സ്റ്റക്കായി. കാരണം പ്രതികൾ ഓടിപ്പോവാം, അത് അവർ അതിനുള്ള അതങ്ങനെ ചെയ്യും. അവർ പലപ്പോഴും അവിടെ നിന്ന് ഓടിപ്പോയിട്ടുമുണ്ട്. പക്ഷേ വാദി ആ ഒരു പ്രിക്കോഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. വാദി ഓടുന്നതിൽ പ്രതീക്ഷയില്ലല്ലോ. നേരെ അവൻ 100 ഓടി. പിന്നാലെ കള്ളം എന്ന് പറഞ്ഞിട്ട് ഓടിയപ്പോൾ നാട്ടുകാരും ഒത്തുചേർന്ന് ഒരു 1.5 കിലോമീറ്റർ അകലെ വെച്ച് അവനെ പിടികൂടിയിട്ട് ഫസ്റ്റ് തന്നെ വിലങ്ങ് വെച്ചു അവനെ. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പരാതിക്കാരനെ വിലങ്ങ് വയ്ക്കണത്. അങ്ങനെ വിലങ്ങ് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ചോദിച്ച ചോദ്യം ഇതാണ്, നീ എന്തിനോട് ഓടിയേ ചോദിച്ചു. എനിക്ക് മനസ്സിലായില്ല, നീ എന്തിനാ ഓടിയേ ചോദിച്ചപ്പം പറഞ്ഞ്, ആരോടി? ഞാൻ ഓടിയ. സാറല്ല ഓടിയത്. സാറല്ല, ഞാൻ ഓടിച്ചിട്ട് ഇപ്പോൾ പിടിച്ചത് പറഞ്ഞു. ഓഹോ, ഇതിൻ്റെ എഫക്റ്റ് ഇങ്ങനെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ വിലങ്ങ് കുറച്ച് ഹാർഡായിട്ടിട്ട് നേരെ ട്രാവലർ കയറ്റി ഒരു 18 കിലോമീറ്റർ ദൂരമുണ്ട്. തിരിച്ചിങ്ങോട്ട് വന്നു. ഇനി അവരൊന്നും പിടിക്കണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ ഓൺ ദ വേല് ഇതുപോലെ എന്നെ നോക്കിയിട്ട് ആദ്യം പ്ലീസ് ഇതൊന്ന് അഴിക്കണം, ഹാങ്ക് ഓഫ് ഒന്ന് സാറൊന്ന് അഴിക്കുക എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു അഴിക്കില്ല, നീ ഓടിയതല്ല അഴിക്കില്ല എന്ന് പറയും. അപ്പോൾ സാർ ഇത് അഴിക്കുക. പിന്നെ എൻ്റെ ടോൺ മാറി തുടങ്ങും. ഇത് അഴിച്ചില്ലെങ്കിൽ ഞാൻ സാറിന് പണിയും എന്നുള്ള രീതിയിൽ ഭീകരമായിട്ട് അവൻ ഭീഷണിപ്പെടുത്തി തുടങ്ങി. വീട് കയറും, വെട്ടും കുത്തും, ബോംബെറിയും, അത് ചെയ്യും. ഞാൻ പറഞ്ഞുണ്ടാ ഇതിന് വലിയവർ കണ്ടിട്ടുണ്ട്, അതൊന്നും നമുക്ക് പ്രശ്നങ്ങളല്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കരഞ്ഞു തുടങ്ങി. വീണ്ടും കരയും. അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഭീഷണിപ്പെടുത്തും. 18 കിലോമീറ്റർ ദൂരത്തിൽ ഏകദേശം അത്ര തന്നെ സമയം. അപ്പോൾ അത്രയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.
അതിൻ്റെ ഇടയിൽ നമുക്കൊരു പേടിയാവുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത്, ഈ രണ്ടിൻ്റെയും ഇടയിൽ വെച്ച് ഭീഷണിപ്പെടുത്തുന്ന കരുണേൻ്റെ ഇടയിൽ വെച്ച് അവൻ ഇങ്ങനെ നോക്കിയിട്ട് എന്നെ ഒന്ന് നോക്കിയിരിക്കും. ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ അങ്ങോട്ട് കണ്ണ് വട്ടം പിടിക്കും. കണ്ണ് വട്ടം പിടിച്ച് ഒരു അതങ്ങനെ കാണുമ്പോൾ നമുക്കൊരു പേടിയാവും. കാരണം ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് കണ്ണ് വെറുതെ വട്ടം പിടിക്കുക, പിന്നെ കണ്ണിങ്ങനെ ആവുമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുള്ളൂ. അങ്ങനെ അത് നമുക്കൊരു പേടി വരുന്നൊരു, കാരണം ഒരാളുടെ അങ്ങനെ നേരെ തിരിച്ച് കമ്മീഷൻ ഓഫീസിലേക്ക് എത്തി. വിലങ്ങ് ഊരാൻ വിട്ടുപോയി. മറ്റേ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് വിലങ്ങ് ഊരിയത്. അത് വിലങ്ങ് കണ്ടതോടുകൂടി ഈ പെൺകുട്ടി അതിഭീകരമായിട്ടുള്ള അലർച്ച, ഓളി ബഹളം, തിക്കും തിരക്കും ഒക്കെ ഒരു ഔട്ട് ഓഫ് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ നിന്നെ ആരുടെ വിലങ്ങ് വെച്ചതെന്ന്, അപ്പോൾ അപ്പോഴേക്കും ഒന്ന് നോർമലായിട്ട് പറഞ്ഞു, അതെ ഞാൻ ഓടിയെന്ന് ഇവർ പറയുന്നുണ്ട്, അത് കാരണം വിലങ്ങ് വെച്ചത്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നീ ഓടുക, നീ എന്തിനോട് ഓടിയ ചോദിക്കുന്നുണ്ട്. അല്ല അത് ഓടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആകെ അവൾക്കൊരു കൺഫ്യൂഷനായി അത്. എന്നിട്ടും അവർ അലർച്ച. അങ്ങനെ തിരിച്ച് ഞങ്ങൾ കമ്മീഷനോട് പറഞ്ഞപ്പോൾ അതിങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ ഞങ്ങൾ 2 വീട്ടുകാരും വിളിച്ചു. വീട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, നിങ്ങൾ വന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇല്ല ഞങ്ങൾക്ക് വേണ്ട, കാരണം ഇത് ഇപ്പോൾ സാറിന് ആദ്യം അനുഭവമായിരിക്കും. ഇവിടെ ദിവസം വീട്ടിൽ ഇത് തന്നെയാണ്. 2 വീട്ടിലും പറഞ്ഞു, ആൺകുട്ടിയും പെൺകുട്ടിയും വീട്ടുകാരെങ്ങനെ പറഞ്ഞു. അതായത് രാവിലെ വരും, ഫ്രണ്ട്സ് വരും, വന്ന് ചിലപ്പോൾ ഭക്ഷണം പോലും കഴിക്കില്ല, ചിലപ്പോൾ ഒരു പാഴ്സൽ കൊണ്ടുവരും. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വീട്ടിൽ നിന്ന് പോകുള്ള പെൺകുട്ടിയും ആൺകുട്ടിയിലും. ആൺകുട്ടിയുടെ അവിടേക്ക് പെൺകുട്ടികൾ വരും, പെൺകുട്ടിയുടെ അടുത്തേക്ക് വേറെ ആൺകുട്ടികളൊക്കെ വരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഭീകരമായിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ സാറിനെ അത് കൈകാര്യം ചെയ്തോ, അവർ വന്നില്ലെങ്കിലും കുഴപ്പമില്ല സാറേ എന്നാണ് ആ 2 പേരും പറഞ്ഞത്. അങ്ങനത്തെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ട്. അങ്ങനത്തെ കാരണം ഇത് സ്വബോധമല്ലല്ലോ, ഇത് ഏത് സബ്സ്റ്റൻസാണ് ഉപയോഗിക്കുന്നത് അതാണ് അവരുടെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ കഞ്ചാവിന് അങ്ങനെ ഒരു പ്രശ്നമില്ല മീൻസ് ഇങ്ങനെ വയലൻറ്റ് സിറ്റുവേഷൻ ആവുക, കിട്ടാതെ വരുമ്പോഴുള്ളൊരു ബഹളം കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ വരുന്നത് വിഡ്രോവൽ പീരീഡിൽ. MDMA രാസലഹരിയൊക്കെ ആ സമയത്തെ ഭയങ്കര ഭാവവ്യത്യാസം, ഒരു പേടിപ്പെടുത്തുന്നൊരു രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റം. സാർ, അതോടൊപ്പം തന്നെ ഈ ലഹരിക്ക് ത്രൂ ഔട്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ, ബിഫോർ ലഹരി ആഫ്റ്റർ ലഹരി എന്ന് പറഞ്ഞ് അവരുടെ ഒരു ഫേസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എല്ലും തോലുമായിട്ട് പോകുന്ന അവസ്ഥ, അവരുടെ ഫേസ് തന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരു രീതിയിലേക്ക്. അപ്പോൾ വളരെ ഫിസിക്കലായിട്ട് തന്നെ ഓരോ നിമിഷവും ഈ ലഹരി കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയല്ലേ. അതിനെപ്പറ്റി സാറിന് എന്താണ് പറയുന്നത്? എത്രത്തോളം ഗുരുതരമായിട്ടായിരിക്കും അവരുടെ ആരോഗ്യാവസ്ഥ ഇത് ബാധിക്കുന്നത്? പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നൊരു പെൺകുട്ടിയുടെ രൂപമാണ്. ആ പെൺകുട്ടീനെ MDMA ആയിട്ട് പിടികൂടുമ്പോൾ തന്നെ നമുക്കറിയാം, മുഖമൊക്കെ കണ്ട ആകെ വാർന്ന് ഒരു പക്ക MDMA ഉപയോഗിച്ചതിനെ ഡിറ്റൊരു ഉദാഹരണമായിട്ട് നമുക്ക് ആ പെൺകുട്ടീനെ നമുക്ക് വയ്ക്കാം. അപ്പോൾ ഈ പെൺകുട്ടിയുടെ 1 വർഷം മുമ്പത്തെ ആ പെൺകുട്ടിയോട് സംസാരിച്ചപ്പോൾ, ഞാൻ ഇങ്ങനെയല്ലായിരുന്നു സാറേ, ഞാനിതിൽ പെട്ടുപോയതാണ്. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടിട്ട് ഒരു ഗ്രൂപ്പായിട്ട് വലിയൊരു ടീമായിട്ട് ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ആദ്യമായിട്ട് ഞാൻ MDMA ഉപയോഗിച്ചു. ആ ഒരു ദിവസത്തെ ഇപ്പോഴും ഞാൻ ശപിക്കുകയാണ്. കാരണം വെച്ചാൽ അന്ന് ഉപയോഗിച്ചതിന് ശേഷം ഇതുവരെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കിട്ടിയില്ലെങ്കിൽ എനിക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ കാണിക്കും. അങ്ങനെ അത് ഉപയോഗിച്ച് കുട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ട് സർക്കിൾ പോയി, എൻ്റെ ഫാമിലി പോയി, പിന്നെ എൻ്റെ ആരോഗ്യം പോയി, പിന്നെ എൻ്റെ കരിയർ നഷ്ടപ്പെട്ടു, എല്ലാ തരത്തിലും ഞാൻ ഒരു സീറോ ആയി വരികയാണെന്ന് എനിക്കറിയാം. അന്നത്തെ ഒരു ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടിയുടെ. ഫോട്ടോ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര മാറ്റം. നോർമലി ഒരാൾ കണ്ടാൽ ഈ കുട്ടി അല്ലല്ലോ ആ കുട്ടി എന്ന് പറയത്തക്ക ഒരു മാറ്റം, അതും വെറും 1 വർഷത്തിൻ്റെ ഉള്ളിൽ. കാരണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ മാത്രമല്ല ബാധിക്കുക, എൻ്റെ ശരീരത്തെയും ബാധിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ വേറൊരു അവസരത്തിൽ ഒരു പയ്യൻ ഇതുപോലെ എൻ്റെ അടുത്ത് വന്നിരുന്നു. വരാൻ മീൻസ് ആദ്യമായിട്ട് തന്നെ കഞ്ചാവ് വീടിയായിട്ട് പിടിച്ച തോന്നും. പിന്നെ നിരന്തരം ഡ്രഗ്സായിട്ട് പിടിക്കാറുണ്ട് ആ പയ്യനെ പിടിച്ചിട്ട് പിന്നെ ആദ്യം കഞ്ചാവായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ രൂപം മാറി, രീതി മാറി. കാരണം കഞ്ചാവിന് വിലയുള്ളതാണ്, വെറുതെ കിട്ടില്ല. അപ്പോൾ കഞ്ചാവ് കിട്ടാൻ വേണ്ടി അവൻ ചെറിയ ക്രൈംസ് ചെയ്തു തുടങ്ങി. ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ട് വന്നത് അവൻ ഈ ഫോണുകൾ പലരിൽ നിന്നും ഫോൺ ഇപ്പോൾ വിളിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കൊണ്ടുപോകും.
എന്നിട്ട് അവൻ അത് സെക്കൻഡ്സിന് വിൽക്കും. എന്നിട്ട് ആ പൈസ കൊണ്ട് കഞ്ചാവ് വാങ്ങിക്കും. അങ്ങനത്തെ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ അവനെ നമ്മൾ സ്ഥിരമായിട്ട് പിടിച്ച് പിന്നെ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോയിട്ട് അവൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു അടുപ്പായി, നല്ല അടുപ്പായി. ഫാമിലിക്ക് വളരെ പാവങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ഇവൻ്റെ ഓരോ പ്രശ്നം വരുമ്പോഴും ഇവൻ വീട്ടിൽ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോഴൊക്കെ എന്നെ വിളിക്കും. അങ്ങനെ ഈ പയ്യനായിട്ട് ഉള്ളതിൽ ഒരു 6 അപ്പോൾ ഇടയ്ക്ക് ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകും. അപ്പോഴൊക്കെ അവർ വീട്ടുകാരായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇറങ്ങി വന്നതിന് ശേഷം ഒരു 6 മാസം അവനെ കണ്ടില്ല. 6 മാസം കണ്ടില്ല. അതിന് ശേഷം അവൻ സ്റ്റേഷനിലേക്ക് എൻ്റെ അടുത്തേക്ക് ഇവൻ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവിടെ എന്താ വിശേഷം, നിന്നെ 6 മാസം കണ്ടില്ലല്ലോ ചോദിച്ചപ്പോൾ, സാർ ഞാൻ നാട്ടിൽ ഉണ്ടായിരുന്നു, സാറിൻ്റെ അടുത്ത് വരാഞ്ഞിട്ടാണ്, പക്ഷേ ഞാൻ വേറൊരു അബദ്ധം ചെയ്തു. എന്താ ചോദിച്ചപ്പോൾ ഞാൻ കഞ്ചാവായിരുന്നു ഞാൻ വലിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ MDMA എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഇറങ്ങിയപ്പോൾ ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി, ഇതിൻ്റെ ഒരു ലഹരി എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അണ ഉപയോഗിച്ചു. പക്ഷേ പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതിൽ ഒറ്റ തവണ ഉപയോഗിച്ചുള്ളൂ. പിന്നെ അഡിക്റ്റായി. പിന്നെ അത് എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ബാധിച്ചു. വീട്ടുകാരെ സംശയം, സാറിന് തന്നെ സംശയം. ഇപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് ഇപ്പം എന്നെ കണ്ടാൽ പിടിച്ച് ജയിലിലേക്ക് വിടൂ, അങ്ങനെ ഒരു സംശയം. അത് കാരണം സാറിൻ്റെ അടുത്തേക്ക് വരാതിരിക്കുന്നത്. വീട്ടിലും ഞാൻ അധികം പോവാതിരിക്കാനുള്ള കാരണം വീട്ടുകാർ എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ, പെങ്ങളെന്തെങ്കിലുമൊക്കെ ചെയ്യുമോ, അങ്ങനെ ഭയങ്കര പേടി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഭയങ്കര ഭീകരമായിരുന്നു. അത് മാനസികമായിട്ട്. ശാരീരികമായിട്ട് വന്ന എഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവ എൻ്റെ അടുത്തേക്ക് വന്നത് ഒരു ബ്രൗൺ കവറിൽ ഒരു കടലാസ് എനിക്കിങ്ങനെ തന്നു. സാറ് ഒന്ന് തുറന്ന് നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ തുറന്നപ്പോൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിട്ടാന്ന് പറഞ്ഞു. ഞാൻ സൂക്ഷിച്ചതിങ്ങനെ തുറന്ന് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഇത്രയ്ക്ക് ഒരു ഒരു പൊടി ലേശം. അപ്പം ഞാൻ എന്നോട് പറഞ്ഞുടാ, നീ എന്നിട്ടാ നീ MDMA ഉപയോഗിച്ചു തുടങ്ങി ചോദിച്ചു. അന്ന് നീ എന്നോട് പറഞ്ഞ് ഇതൊന്നും ഞാൻ ഉപയോഗിക്കില്ല, കഞ്ചാവ് മാത്രം തന്നെയാണ്, പിന്നെ ഇടയ്ക്ക് നൈട്രോസിപ്പം കഴിക്കുന്നതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്നിട്ടാ നീ MDMA ഉപയോഗിച്ചു തുടങ്ങി ചോദിച്ചപ്പോൾ ഇത് MDMA ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ, സാർ ഇത് MDMA അല്ല, ഇതെൻ്റെ പല്ലാന്ന് പറഞ്ഞു. പല്ലോ അങ്ങനെയാണ് ചോദിച്ചു. സാറേ 6 മാസം മുമ്പ് ഞാനിത് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ MDMA ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ പല്ല് ചെറുതായിട്ട് പൊട്ടി വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ സംസാരിക്കുമ്പോഴൊക്കെ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു പീസ് അങ്ങനെ പൊട്ടി വരിക. അപ്പോൾ അത് നാവുകൊണ്ട് ഇങ്ങനെ എടുത്തെടുത്ത് സാറിനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആൾ ഓരോ തവണ പൊട്ടുമ്പോഴും ഓരോ കടലാസിൽ ആക്കി വളരെ കുറച്ചുള്ള കേട്ടോ, വളരെ ഒരു 1/4 ഗ്രാം പോലെ വേണമെങ്കിൽ അത്ര വേണം പറയാം, അത്രയ്ക്കുള്ളൂ. അത് സാറ് കാണിക്കാൻ വേണ്ടി, കാരണം സാറിന് ഞാനായിട്ട് അടുപ്പല്ലേ, അങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പല്ല് പൊടിഞ്ഞുക എന്ന് പറഞ്ഞൊരവസ്ഥ അതിഭീകര. ഇത് പറയണ സമയത്ത് എല്ലാ +2 ടീച്ചർമാർക്കും തൃശ്ശൂർ ക്ലാസ് എടുത്തു. അവിടെ വെച്ചിട്ട് ഒരു +2 ടീച്ചർ പറഞ്ഞു, ഈ സംഭവം കേട്ടോർന്ന് പറഞ്ഞു, സാറ് പറയണത് 100% കറക്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചോദിച്ചു. സാർ എൻ്റെ ക്ലാസ്സിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരു ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ഒരു പയ്യൻ ഇതുപോലെ ഇങ്ങനെ പല്ലിങ്ങനെ പൊട്ടിച്ചിട്ട് എന്നെ ഇങ്ങനെ കാണിച്ചു. സാറേ എന്ന് പറഞ്ഞ് എനിക്കൊന്ന് കാണിച്ചു. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ, സാറ് ഇതെൻ്റെ പല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, പല്ലൊക്കെ ഇളകി പോകേണ്ട സമയം കഴിഞ്ഞില്ല, ഇതിൻ്റെ പുതിയ പല്ല് വരേണ്ട സമയം കഴിഞ്ഞില്ല, ഇതെന്താ ചോദിച്ചപ്പോൾ അല്ല, അത് പല്ല് പൊട്ടിയതാന്ന് പറഞ്ഞു. പൊട്ടുക. അപ്പോൾ അവിടെ അടുത്ത് ചെന്നപ്പോൾ എൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സ് പറഞ്ഞു, കുറച്ച് ചിരിച്ചു വരും. അപ്പോൾ ഇതെന്ത് പല്ല് പൊട്ടിയതിന് നിങ്ങൾ ചിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഒരുത്തൻ പറഞ്ഞത് എമ്മിൻ്റെ ആളാന്ന് പറഞ്ഞു. എം എന്ന് വെച്ചാൽ MDMA ഷോർട്ട് ഫോം, എമ്മിൻ്റെ ആളാണ്. അപ്പോൾ ഇപ്പോഴാണ് സാറ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ MDMA ആണ്, ഇത് ഉപയോഗിച്ചാൽ പല്ല് പൊട്ടും എന്നുള്ളത് സാറ് പറഞ്ഞ് കറക്റ്റാണ്, എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അതിനത് ഒരു ശാരീരികമായ മാറ്റങ്ങൾ, പിന്നെ ശോഷിച്ച് വരിക, കണ്ണ് കുഴിഞ്ഞ് വരിക, ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അത് ഉപയോഗിച്ചാൽ നമുക്ക് അറിയാം. കാരണം ഉറക്കം ഡിസോർഡറാവും, എല്ലാ പ്രവൃത്തികളും ഡിസോർഡറാവും. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ആരോഗ്യം നശിക്കുന്നൊരു രീതിയിലേക്ക് തന്നെ വരും. സാർ നേരത്തെ സൂചിപ്പിച്ച ഒരു കേസിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ്, ഈ ഇൻസ്റ്റാഗ്രാം ഇപ്പം യൂത്തിൻ്റെ ഇടയിൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണല്ലോ ഇൻസ്റ്റാഗ്രാം. ഈ ഇൻസ്റ്റാഗ്രാം ഇത്തരത്തിലുള്ള ഒരു കെണി ഒരുക്കുന്നതിൽ എത്രത്തോളം ഒരു പങ്ക് വഹിക്കുന്നുണ്ട്? ഞങ്ങൾ രാസലഹരി ഏറ്റവും കൂടുതൽ കഞ്ചാവ് ഇതൊക്കെ ഉപയോഗിക്കുന്നവർ എല്ലാവരും തന്നെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കണില്ല, എനിക്കതിനെക്കുറിച്ച് വലിയ ഒരു ധാരണയില്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ മറ്റേ ഫേസ്ബുക്കും അങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷേ യൂത്ത്
അവർക്ക് സ്പീഡാണ്. ആകെ ഒരു 10-15 സെക്കൻഡ് നേരം അവരിങ്ങനെ റോൾ ചെയ്ത് പോകുമ്പോൾ അത് കാണാനുള്ള കണ്ടൻറ്റാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുക. കമൻസ് നോക്കിയിട്ട് തിരിച്ച് അവരെ ഫോളോ ചെയ്യും. പിന്നെ ഇവരുടെയൊക്കെ DP നോക്കി അറിയാൻ പറ്റും. ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരൊക്കെ DP പെട്ടെന്ന് തിരിച്ചറിയാം. എനിക്ക് കണ്ടറിയാം. അപ്പം നമ്മൾ പല അമ്മമാരും എന്നെ വിളിക്കും, സാറേ എൻ്റെ മകൻ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, സാറ് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോൺ അപ്പോൾ ഫോണൊക്കെ ലോക്കണെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും DP ചിലപ്പോൾ അതിൻ്റെ ഓപ്പണായിട്ട് വരും. DP എനിക്കൊന്ന് അയച്ചു തന്നെ. അപ്പോൾ ഞാൻ പറയാം ഉപയോഗിക്കണ്ടല്ലോ. കാരണം DP കണ്ടാൽ തന്നെ അറിയാം. കുറേ പേര് കഞ്ചാവിൻ്റെ ലീഫ് ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള പിക്ചറുകൾ കുറേ DP ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ട്രിപ്പിംഗ് വീഡിയോസിൻ്റെ എൻ്റെ ഓരോ പാർട്സ് ഓരോ ഇതുകളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ നമ്മൾ ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള DP കുറേ ഉണ്ട്. അത് കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റയിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും യൂത്ത് ഈ പറഞ്ഞ സ്റ്റുഡൻസ് മുഴുവൻ ഇൻസ്റ്റയിൽ ഉപയോഗിക്കുന്നതുമാണത്. ഞങ്ങൾ പിടിച്ചിട്ടുള്ള ഒരുവിധം കേസുകളിലും എല്ലാവരും തന്നെ ഇൻസ്റ്റ ഉപയോഗിക്കണം തന്നെയാണത്. ഈ അടുത്ത കാലങ്ങളിൽ ഈ MDMAയുമായിട്ട് ബന്ധപ്പെട്ട പല കേസുകളും മാധ്യമങ്ങൾ ചർച്ചയാക്കുമ്പോൾ മാധ്യമങ്ങളിൽ വരുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ള പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. അതായത് മിക്കവാറും ഈ പിടിക്കപ്പെടുന്ന ഒരു പുരുഷൻ്റെ കൂടെ അല്ലെങ്കിൽ യുവാവിൻ്റെ കൂടെ ഒരു യുവതിയെ നമുക്ക് കാണാൻ സാധിക്കും, പെൺകുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഏതെങ്കിലും തരത്തിലൊരു ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമായിട്ട് ഇവർ ഇതിൻ്റെ ഒരു കടത്തിലേക്ക് കടക്കുന്നതാണോ, അല്ലെങ്കിൽ ഇവരെ ഇതിലേക്ക് അഡിക്റ്റഡ് ആക്കുന്നതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു തന്ത്രം ഇവർ പയറ്റുന്നുണ്ട്? ഈ അടുത്ത കാലത്താണെങ്കിലും ഈ ലഹരിക്ക് അടിമയായിട്ടൊരു വ്യക്തിയുടെ ഒരു അഭിമുഖമൊക്കെ പുറത്ത് വന്നായിരുന്നു, ജ്യൂസിലൊക്കെ MDMA കലർത്തും എന്നൊരു കാര്യം. അപ്പോൾ ഏതെങ്കിലും ഒരു ബ്ലാക്ക് മെയിലിന് വിധേയമായി അതിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് നോ റിട്ടേൺ അതിലെത്തി കഴിയുമ്പോൾ ഇവരും ഒരു ലഹരിക്കടത്തിൻ്റെ ആരായിട്ട് മാറുന്നു. അത്തരത്തിലൊരു പ്രവണത സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ എല്ലാ കാര്യത്തിലും പെൺകുട്ടികൾ ആൺകുട്ടികളുടെ ഒപ്പം വരിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലെ കുറുക്കഞ്ചേരി പൂയത്തിനൊന്നും പെൺകുട്ടികളൊന്നും ഇന്നവർ ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഒരു 5-8 വർഷം മുമ്പ് ആരെങ്കിലും ഒരാൾ സ്റ്റെപ്പ് വെച്ചാൽ എല്ലാവരും അതായത് പെൺകുട്ടി എന്നത് ഇങ്ങനെ നോക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ എത്ര ആൺകുട്ടികൾ കളിക്കണോ അത്ര തന്നെ പെൺകുട്ടികൾ ഗ്യാങ്ങായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് എല്ലാ രംഗത്തും അപ്പോൾ അത്ര തന്നെ ഡ്രഗ്സിൻ്റെ ഫീൽഡിലും സ്വാഭാവികമായിട്ടും വരുന്നതുണ്ട്, ട്രാപ്പിളായിട്ടും വരുന്നവരുണ്ട്. പിന്നെ ബാംഗ്ലൂർ ഒരു ബേസാണ് ഇതിൻ്റെ. അവിടെ വരുന്ന അവിടെ വ്യാപകമായിട്ട് അവിടെ നമുക്ക് പിടിക്കണവരും അല്ലാതെ ഇൻഫർമേഷനൊക്കെ തരാൻ കുറേ പേരുണ്ട്. എല്ലാവരും പറയണ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ബാംഗ്ലൂർ. ഈ ഇവിടുത്തെ പെൺകുട്ടി അവിടെ ചെന്നാൽ പിന്നെ വേറെ ലോകമാണ്. അവിടെ നിന്ന് ഇതുപയോഗിക്കും അവരെ കടത്തുകാരായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആൾ കേരള ഗ്രൂപ്പുണ്ട്, ഈ പറഞ്ഞ നാർക്കോട്ടിക്കിൻ്റെ ഗ്രൂപ്പുണ്ട്. അതിൽ ഈ പറഞ്ഞ നമ്മൾ നോക്കുമ്പോൾ നിരവധി പെൺകുട്ടികളാണ് മുഴുവൻ ഇപ്പോൾ ചാനലിലോ പത്രത്തിലോ വരുന്നില്ല എന്നുള്ളൂ പിടിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഈ MDMA എന്ന് പറയുന്നത് ഒരു ലഹരിയാണ്. അത് നമ്മുടെ ഉള്ളിലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഡൈജഷൻ ആ പ്രക്രിയയിലൂടെ കയറി നമ്മുടെ ബ്ലഡിൽ ഇത് അലിഞ്ഞ് ചേർന്നാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രെയിനിൽ ഇത് ബാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു എഫക്റ്റ് വരും. സാധാരണ സ്റ്റിഫ് ചെയ്ത് കഴിക്കണ അത്ര വരില്ലെങ്കിലും ഉപയോഗിക്കണ അത്ര വരില്ലെങ്കിൽ തന്നെയും ഇത് ജ്യൂസ് രീതിയിലൂടെ ഉപയോഗിച്ചാൽ അകത്ത് ചെന്ന് ബ്ലഡിൽ കയറിയാൽ, കാരണം ഇത് വലിയ അളവിലല്ല, ചെറിയ അളവിൽ വളരെ ചെറിയ അളവിൽ കയറിയാൽ അതിൻ്റേതായിട്ടുള്ള ഒരു രീതി വരും. സ്വാഭാവികമായിട്ടും പെൺകുട്ടിക്ക് ആ ജ്യൂസ് കഴിക്കാൻ ആഗ്രഹം. ആ ജ്യൂസ് ഇപ്പോൾ കടയിലാവില്ല കിട്ടുക. ചിലപ്പോൾ ആ ജ്യൂസ് തരുന്നത് ഈ പറഞ്ഞ എൻ്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ബോയ് ഫ്രണ്ടിനെ നിർബന്ധിക്കും എനിക്ക് വീണ്ടും ആ ജ്യൂസ് വാങ്ങിച്ച പർട്ടിക്കുലർ ജ്യൂസ് വാങ്ങിച്ചതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതങ്ങനെയാണ് വരുള്ളൂ. അപ്പോൾ അത് തന്നെ ഉപയോഗിക്കും. പിന്നെ ആ ഒരു രീതിയിലേക്ക് എന്നോട് തന്നെ ഒരു 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. ഈ ഫീൽഡിലുള്ളവർ 2-3 പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഒരിക്കൽ ചാനലിൽ ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ട്രാപ്പ് ആവണം. അപ്പോൾ പലർക്കും ഇപ്പോൾ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരിൽ ഒരാൾക്ക് പോലും ഗേൾ ഫ്രണ്ട്സ് ഇല്ലാതിരുന്നിട്ടില്ല. ആരെ മൊബൈൽ നോക്കിയാലും അവർക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. സ്വാഭാവികമായിട്ടും അവർ ആ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്.
സാറ് പറഞ്ഞതുപോലെ ഈ ബാംഗ്ലൂർ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു ഹബ്ബായിട്ട് മാറുന്നത്? അതായത് ഈ MDMA ഒരു വരവ് ഈ ഇന്ത്യക്ക് പുറത്തുനിന്ന് വന്ന് ബാംഗ്ലൂർ എത്തിച്ച് പിന്നെ അത് കേരളത്തിലേക്ക് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരുവാണോ, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ ഇതിൻ്റെ ഒരു നിർമ്മാണ കേന്ദ്രം, ഉൽപ്പാദന കേന്ദ്രങ്ങൾ അങ്ങനെ ഉണ്ടോ? ബാംഗ്ലൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ നയപ്രകാരം എല്ലാവർക്കും പുറത്ത് പോയി പഠിക്കുക എന്നുള്ളത്. അപ്പോൾ മുമ്പൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഇവിടെ തന്നെയായിരുന്നു വിദ്യാഭ്യാസമായിരുന്നാലും കുറേ പേര് ബാംഗ്ലൂർ പോയി തുടങ്ങി. അവിടെ വേറൊരു സ്വാതന്ത്ര്യം കിട്ടുകയാണ് അവർക്ക്, വേറൊരു ലെവലിലുള്ള സ്വാതന്ത്ര്യം കിട്ടുകയാണ്. ആ സ്വാതന്ത്ര്യം അവർ അടിച്ചു പൊളിച്ച് ഉപയോഗിക്കണം. അപ്പോൾ ആ അടിച്ചു പൊളിച്ച് ഉപയോഗിക്കണതിനെ രാത്രി പകലാക്കി ആ ഒരു രീതിയിലാവുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു എൻ്റർടൈൻമെൻറ്റും എൻജോയ്മെൻറ്റും എന്നുള്ള രീതിയിൽ അവിടെ ഒരു വ്യാപകമായിട്ട് ഈ ഒരു സംഭവം അവിടെ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് അങ്ങനത്തെ ഒരു ടീം മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പോലീസ് അത്രത്തോളം അവിടെ പിടിക്കേണ്ടതെന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളതാണ്. നമ്മുടെ ഇവിടെയൊക്കെ പിടിക്കുന്ന പോലെ എന്തുകൊണ്ട് അവിടെ പിടിക്കുന്നില്ല? ഇവിടെ പിടിക്കുന്നതിൻ്റെ ഒരു 10ൽ 1 ഊർജം ചെലവഴിച്ചാൽ അവിടെ വ്യാപകമായി പിടിക്കപ്പെടാം. പക്ഷേ അവിടെ അങ്ങനെ പിടിക്കില്ല, ഇടയ്ക്ക് ഒക്കെ പിടിക്കണം. അവിടെ എവിടെ പോയി നോക്കിയാലും ഞാൻ ബാംഗ്ലൂർ ഞാൻ പലപ്പോഴും പോയിട്ടുള്ളതാണ്. അവിടെ പോയാൽ നമ്മൾ പല സ്ഥലങ്ങളിലും ഒളിച്ചിരുന്നിട്ട് ഇതൊക്കെ സ്നിഫ് ചെയ്യണ് നമ്മൾ കാണാം. പക്ഷേ എന്തുകൊണ്ട് അവിടെ പോലീസ് പിടിക്കണില്ല എന്നുള്ളത് തന്നെ ഞാൻ സ്വയം ചിന്തിക്കുന്നൊരു സംഭവം തന്നെയാണ്. കുറ്റപ്പെടുത്തല്ല, പക്ഷേ ഇവിടുത്തെ പോലെ ഒരു നല്ലൊരു ആക്ഷൻ അവിടെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു തോത് തന്നെ കുറയ്ക്കാൻ പറ്റും. കാരണം ഞാനൊരിക്കൽ ഞങ്ങളുടെ ടീം ഇവിടെ ഒരു ചാവക്കാടുകാരൻ ഒരു ബുർഹാനുദ്ദീൻ എന്ന് പറഞ്ഞൊരു പയ്യനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. 200 ഗ്രാം MDMA ആയിട്ട് പിടികൂടിയത്. അപ്പോൾ അവന് ഈ സാധനം കൊടുത്തതാരെ ചോദിച്ചപ്പോൾ ബാംഗ്ലൂർ എന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അവിടുത്തെ ഒരു സുഡാൻകാരനാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സുഡാൻകാരനെ നമ്മൾ പോയി പിടിച്ചിട്ടപ്പോൾ അവന് കൊടുത്തിരുന്നത് വേറൊരു ഹസൻ എന്ന് പറഞ്ഞൊരു കക്ഷിയാണ്. ഞാൻ അവനെ പിടിച്ചു. അത് ഒരു പരസ്യംകാരനാണ്. നമ്മൾ ഈ ക്വാണ്ടിറ്റി ഉണ്ടായ കാരണം ബാംഗ്ലൂർ പോലീസിന് കൈമാറി. പിന്നെ അവർക്ക് കൊടുക്കുന്നത് കെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൈജീരിയക്കാരനാണ്. അങ്ങനെ കെന്നിനെ ഡൽഹി പോയിട്ട് അവരുടെ കോളനിയിൽ വെച്ച് ഓടിച്ചിട്ട് പിടികൂടി. അവനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒത്തിരി ബുദ്ധിമുട്ടി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ നേരെ തീഹാർ ജയിലിലേക്ക് റിമാൻഡ് ചെയ്ത് തീഹാർ ജയിൽ ആദ്യമായിട്ട് കാണാനുള്ളൊരു അവസരം അവൻ കാരണം കിട്ടി. പക്ഷേ അതൊക്കെ ഒരു ഭയങ്കര അനുഭവമായിരുന്നു തീഹാർ ജയിലിൽ കൊണ്ടുപോയിട്ട്. പിന്നെ അവന് ഇവിടേക്ക് വരാൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ അവനെ നമ്മൾ ഈ പറഞ്ഞ ബിരിയാണി കൊടുത്ത് മയക്കിട്ടൊക്കെയാണ് അവരിങ്ങോട്ട് ഒരുവിധം എത്തിച്ചത് തന്നെ. ഇതിൽ മനസ്സിലാക്കണതെന്ന് വെച്ചാൽ നമ്മൾ ഏത് കേസ് പിടിച്ചാലും രാസലഹരിയുടെ ഒരു 90% രാസലഹരി പിടിച്ച അതിൻ്റെ എൻഡ് വന്ന് നിൽക്കുന്നത് ഈ പറഞ്ഞ ആഫ്രിക്കൻ വംശജരാണ്. അത് നമ്മുടെ ഗവൺമെൻറ് തലത്തിലും ചിന്തിക്കണം. ഈ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിനെ, നമ്മുടെ ഒരു യുവത്വത്തിനെ തന്നെ നശിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബാക്ക്ഗ്രൗണ്ട് ഇവർക്കാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇവരാണ്. ഇവർക്ക് ഈ പറയുന്ന ബാംഗ്ലൂർ, ഡൽഹി ഇങ്ങനത്തെ ലാബുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ കുക്കിംഗ് സെൻറ്റേഴ്സ് ഉണ്ടോ? എങ്ങനെയാണ് ലാബുകൾ അവിടെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. കേരളത്തിൽ അങ്ങനെ ഇല്ല, പക്ഷെ അവിടെ ഉണ്ടാവാൻ വളരെ സാധ്യത കൂടുതലാണ്. കാരണം ഇത്രയ്ക്ക് കിലോ കണക്കിനാണ് ഒരു ദിവസം കേരളത്തിലേക്ക് ഒഴുകുന്നത്. അപ്പം ഞങ്ങൾ ഈ കേസ് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടുത്തെ ബാംഗ്ലൂർ പോലീസായിട്ട് ബന്ധപ്പെട്ടിട്ട് പിടിച്ചതിന് ശേഷം ബാംഗ്ലൂർ പോലീസിന് കൈമാറിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു ഓഫീസർ എന്നോട് ചോദിച്ച ചോദ്യം ഓർമ്മയുണ്ട്. നിങ്ങൾ മലയാളികൾ ഇതെന്തത് MDMA ഭക്ഷിക്കുകയാണോ? ഭക്ഷണത്തിന് പകരം നിങ്ങൾക്ക് വേറെ ഒന്നും ഭക്ഷിക്കാനില്ലേ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക്. കാരണം അവിടെ ഉള്ളവരെങ്കിൽ തോന്നുന്നു ഇത്ര ഉപയോഗിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ മലയാളി വിഭാഗമാണ്, അത് വിദ്യാർത്ഥികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കണ്ടുവരുന്നത്. പിന്നെ അവിടെ കുക്കിംഗ് അവിടെ ഉണ്ടാവണം. കാരണം വെച്ചാൽ ഇതിന് ഭയങ്കര ഒരു കുക്കിംഗ് ഭയങ്കര ഒരു പ്രോസസ്സിങ് ഭയങ്കര, അത് നീഗ്രോസിന് മീൻസ് ആഫ്രിക്കൻ വംശജർക്ക് തന്നെ അത് കൂടുതൽ അറിയാമെന്ന് നമ്മളതിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഡൽഹി പോയിട്ട് കെന്നിനെ പിടിച്ചപ്പോൾ ഞങ്ങൾ അവൻ്റെ
കുക്കിംഗ് കേന്ദ്രമൊക്കെ ഞങ്ങൾ കുറേ അന്വേഷിച്ചു. അതിന് പക്ഷെ അവൻ വഴങ്ങിയില്ല. അപ്പോൾ അവൻ താമസിക്കുന്നിടത്തൊരു പക്ഷേ കുക്കിംഗ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് താമസിക്കുന്ന സ്ഥലം ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടോ അവൻ താമസിക്കുന്ന ഇടം പറഞ്ഞു തന്നില്ല. മനസ്സിലായി. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അവർക്കൊരു പാസ്പോർട്ടില്ല, വിസ ഇല്ല, ആകെയുള്ളൊരു രേഖ പേഴ്സിൽ UN റെഫ്യൂജി. UN റെഫ്യൂജി എന്ന് പറഞ്ഞിട്ട് സീൽ വെച്ചിട്ടുള്ള ഒരു കടലാസ് മാത്രമല്ല, വേറെ ഒന്നുമില്ല. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് തിരിച്ച് അവർ പോകണില്ല. പിന്നെ അവർ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് നയതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ സ്റ്റുഡൻസിനെ, ബാക്ക്വേർഡായിട്ടുള്ള സ്റ്റുഡൻസിനെ ഇന്ത്യയിൽ ഇവിടെ വന്ന് പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് കൂടുതൽ പേര് പോകണില്ല, തിരിച്ച് പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ ഞങ്ങൾ പല കേസുകളായിട്ട് ബന്ധപ്പെട്ട് ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ അവിടെ നീഗ്രോ കോളനി ഉണ്ട്. നീഗ്രോ കോളനി അവിടെ മുമ്പൊരു കള്ളനോട്ട് കേസിലെ ഒരു 3 നീഗ്രോസിനെ പിടിക്കാൻ വേണ്ടി ബാംഗ്ലൂർ പോയപ്പോൾ ആ ഒരു ബിൽഡിംഗ് കോംപ്ലക്സ് മുഴുവൻ ആഫ്രിക്കൻസാണ്. അവിടെ റൂമുകളിൽ ഓരോ റൂമിലും എല്ലാവരും തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, നേരിട്ട് കണ്ടിട്ടുള്ള. അപ്പോൾ അവിടെയൊക്കെ ഇതിൻ്റെ ഒരു കേന്ദ്രം ആണിത്. പലപ്പോഴും സാറേ പലരും ആശങ്കപ്പെടുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു കാരിയറിനെ പിടിക്കുന്നു, കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് അറ്റ് ദി എൻഡിലേക്ക്, ഇപ്പോൾ സാറ് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു, അതിന് നമ്മൾ നേരിടുന്ന ഒരു പരിമിതി എന്തൊക്കെയാണ്?